രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ ഒരു ഭക്തൻ എന്നവകാശപ്പെടുന്ന ഡി സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരാൾ, കോയമ്പത്തൂരുകാരനാണ്. DMK ആണോ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം രാഷ്ട്രീയം കേസ് ഹർജി കൊടുക്കുമ്പോൾ, പരാതി കൊടുക്കുമ്പോൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഡി സുരേഷ് ബാബു കൊടുത്തിരിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ മറ്റേ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വകുപ്പിനെതിരെ ആണ് കേസ്. അവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ശരിക്കും അവിടെ സർക്കാരിൻ്റെ കീഴിൽ 36,635 ക്ഷേത്രങ്ങളുണ്ട്, 45 മഠങ്ങളുണ്ട്, 68 മഠങ്ങൾ അവിടെ ക്ഷേത്രങ്ങളുണ്ട്, 189 ധർമ്മസ്ഥാപനങ്ങളുണ്ട്, 17 ജൈന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 8 ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ ഷിർദി സായിബാബയുടെ വിഗ്രഹമുണ്ട്. ഈ ഷിർദി സായിബാബയുടെ വിഗ്രഹങ്ങൾ എടുത്ത് നീക്കണം എന്നാണ് കേസ്. അങ്ങനെ അയാൾ കേസ് കൊടുത്തതിൻ്റെ കാരണമായിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ സാധാരണ വേണ്ടത് ഡെയ്റ്റീസ്, ദേവതകളുടെ വിഗ്രഹമാണ്. പക്ഷേ ഇത് ആൾ ദൈവത്തിൻ്റെ വിഗ്രഹമാണ്. ഇത് ആഗമ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ആൾ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കേസ്. ഇത് 2-അംഗ ബെഞ്ചിൻ്റെ മുമ്പിലാണ് മുഹമ്മദ് ഷഫീഖ്, പിന്നെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് R മഹാദേവൻ. ഇവരുടെ ബെഞ്ച് ഇത് ഫയലിൽ സ്വീകരിച്ച് ഈ ഹിന്ദു എൻഡോമെന്റ് വകുപ്പിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാത്രമല്ല, ഇത് പൂർണ്ണമായിട്ടും ഇദ്ദേഹം, ഈ ഷിർദി സായിബാബ ഒരു ഹിന്ദു ആൾ ദൈവം ആയിരുന്നില്ല. അദ്ദേഹം ഇസ്ലാമിന് കൂടി യോജിപ്പിച്ച് നടന്നിരുന്ന ഒരാളാണ്. അതിനാൽ 8-ാം നൂറ്റാണ്ടിലെ ഈ വിഖ്യാത പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ ഹിന്ദുമത, അത് അത്തരം ഹിന്ദുമത ധാരണകൾക്ക്, തത്വങ്ങൾക്കൊക്കെ എതിരാണ് എന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷിർദി സായിബാബയുടെ ശ്രീ സായി സച്ചരിതം GR ദാബോൽക്കർ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മലയാളത്തിലുണ്ട്. എനിക്ക് തൃപ്പൂണിത്തുറയിലെ AMN ചാക്യാർ അദ്ദേഹമാണ് അത് എനിക്ക് തന്നത്. പിന്നെ ആർതർ ഓസ്ബോൺ എഴുതിയൊരു 150ഓളം പേജുള്ള ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. ആർതർ ഓസ്ബോൺ രമണ മഹർഷിയെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, എവിടെയോ വെച്ച് കാട്ടിൽ വെച്ചിട്ടോ മറ്റോ ഏതോ ഒരു സൂഫി സന്യാസി ഫക്കീർ ഇദ്ദേഹത്തിന് ചില സംഗതികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. വൈക്കത്ത് നാരായണ ഗുരു ഏതോ ഒരു മൊല്ലാക്കയുടെ അടുത്തോ മറ്റോ ഇരുന്നിട്ട് ഖുർആൻ പഠിച്ചതൊക്കെ ആയിട്ടൊക്കെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇതിലൊന്നും തെറ്റില്ല. 1838 ജനിച്ചിട്ട് 1918 സമാധിയായ ആളാണ് ഷിർദി സായിബാബ. മഹാരാഷ്ട്രയിൽ പൂനെക്കടുത്ത് അഹമ്മദ് നഗറിലാണ് അദ്ദേഹം ഒരു മോസ്കിലാണ് ജീവിച്ചിരുന്നത്. ആ മോസ്കിന് പക്ഷേ അദ്ദേഹം ഇട്ടിരുന്ന പേര് ഹിന്ദു പേരാണ്, ദ്വാരകാമയി എന്നാണ് ആ മോസ്കിനെ അദ്ദേഹം വിളിച്ചിരുന്നത്. അദ്ദേഹം ഈ അഹമ്മദ് നഗറിലാണ് ഷിർദി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു ഫക്കീർ വേഷത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്, 18 വയസ്സിലോ 16 വയസ്സിൽ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഈ അറ്റം വരെയുള്ള ഒരു വസ്ത്രം, ലോഹ പോലെ, കട്നി റോബ് എന്ന് പറയും, കഫ്താൻ എന്ന അറബികൾ പറയുന്ന ആ സംഭവമാണത്. ഹക്കീം എന്ന് പറഞ്ഞാൽ നാടൻ വൈദ്യരായിട്ട് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആ മോസ്കിലുമൊക്കെ ഇരുന്നിട്ട്. അദ്ദേഹം ഹിന്ദുക്കളോട് രാമായണം ഗീതയൊക്കെ സംസാരിച്ചിരുന്നു, അത് വായിക്കാൻ പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളോട് നിങ്ങൾ ഖുർആൻ വായിക്കുന്നു ഒക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് വേണമെങ്കിൽ ഒരു ഇസ്ലാമിക പശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ട് എന്നൊക്കെ പറയാവുന്നത്. പക്ഷേ ഇങ്ങനെ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സായിബാബ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ അമൃതാനന്ദമയി ഒക്കെ പോലെ ഇവരുടെ ഒന്നും വിഗ്രഹങ്ങൾ പാടില്ല എന്ന് വാദിക്കുന്നത് ശരിയാണോ? ഈ സനാതനധർമ്മ ഉന്മൂലനം എന്ന് പറഞ്ഞപ്പോൾ DMK ഒരു പരിപാടി നടപ്പാക്കുന്നുണ്ടല്ലോ, വിദ്യാലയങ്ങളിലെ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്, ചരട് പാടില്ല, കുറി പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം SS ചന്ദ്ര കമ്മീഷൻ ശുപാർശയും കൊടുത്തിരുന്നു. അപ്പോൾ ഈ സനാതന ഉന്മൂലനത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു അണിയെ കൊണ്ട് DMK കൊടുപ്പിച്ച കേസായിരിക്കുമോ ഇത്? ഇനി അതിന് മുൻപ് ആ ഭാഗം നമുക്ക് അവസാനം പറയാം. അതിന് മുൻപ് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് വിഗ്രഹം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാധ്യമായ ഗുണങ്ങളുണ്ട് എന്ന് ഒരാൾക്ക് തോന്നുന്ന ഒരാളെയോ ഒരു സംഭവത്തെയോ ആരാധിക്കാതെ പിന്നെ എന്തു ചെയ്യും? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഗാന്ധിയുടെ വിഗ്രഹം വെക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അല്ല, അതല്ല ഞാൻ ആരാധന ഒന്നല്ല, 3-4 ക്ഷേത്രങ്ങളുണ്ട്, തെലങ്കാനയിലും ഒക്കെ ഉണ്ട് ഗാന്ധി ക്ഷേത്രം. ഇല്ല, ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഗുരുസ്തുതി അതിലുണ്ടല്ലോ, അതിൽ അദ്ദേഹം ആരാധ്യനവിടെന്ന് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആരാധ്യനാണ് എന്ന് പറയുന്നുണ്ട്. ആരാധ്യമായ ഗുണങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരാളെ ഞാൻ ആരാധ്യ പാതുകം എന്ന് മറ്റേ ശബരിമലയിലുണ്ട്. ആരാധ്യമായ ഗുണങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആരാധിക്കും. അങ്ങനെയാണ് സിനിമാ താരങ്ങൾക്ക് വരെ ആരാധകരുള്ളത്. അവരാരാധിക്കുകയാണ്. അവരുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നു. ഖുശ്ബുവിന് ക്ഷേത്രം ഉണ്ടായിരുന്നു, KR വിജയ്ക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നു. ആരാധ്യമായ ഗുണങ്ങളുണ്ട് എന്ന് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകൾ നടത്തി ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരാധ്യനാണ്. അദ്ദേഹത്തിന് ആരാധ്യമായ യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളുള്ളവരെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുള്ള അവകാശം മതാനുഷ്ഠാനത്തിൽ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അങ്ങനെ ഭരണഘടന ഈ അവകാശം നൽകിയിരിക്കെ ഭരണഘടന റിലീജിയൻ്റെ മതത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നടത്തിപ്പിനോ ലോ ആൻഡ് പ്രശ്നമോ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് സ്റ്റേറ്റിന് ഇടപെടേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിൽ ഹൈക്കോടതി ഇതിനെ ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചതിനെക്കുറിച്ച് തന്നെ എനിക്ക് പ്രതിഷേധങ്ങളുണ്ട്. കാരണം അത് അത്രയ്ക്ക് അങ്ങനെ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിപ്പോൾ ന്യായ ബിന്ദുവിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ പറ്റി. ഞാൻ ഈ 1000-ഓളം പേജുകളുണ്ട്, ഇതൊന്നും എനിക്ക് വായിക്കാൻ സമയമില്ല. അത് കഴിഞ്ഞ് വേറൊരു പേജിൽ പറയുന്നുണ്ട്, അല്ല പ്രസക്തമായ ഭാഗങ്ങൾ നോക്കിയിടത്തോളം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലാന്ന്. അപ്പൊ 2 പേജിൽ 2 വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. അല്ല, പരസ്പര വിരുദ്ധമായിട്ടാണ് ആ ജഡ്ജ്മെന്റ്. അതെ, അത് തന്നെയല്ല, മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് സൂക്ഷ്മ പരിശോധന നടത്താതെ വിലയിരുത്താൻ സാധ്യമല്ല. അങ്ങനെ വിലയിരുത്താതെ വിധിന്യായം പറയാൻ പാടില്ല എന്നുള്ളത് അടിസ്ഥാന സങ്കല്പമാണ്. അപ്പോൾ ആയിക്കോട്ടെ. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൽ അല്ല. ഇവിടെ ഐഡൽ വർഷിപ്പ് എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. ഐഡൽ അല്ല, വിശേഷേണ ഗ്രഹിക്കുന്നതിനുള്ളതാണ് വിഗ്രഹം. എന്താണത്? ഒരു സാമാന്യ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി, അനുഭവിക്കുന്നതിന് വേണ്ടി ഒരു സവിശേഷമായ ഒരു എൻറ്റിറ്റിയെ നമ്മൾ ഉപാധിയാക്കുന്നതാണ് വിഗ്രഹം. അതാണ് വിഗ്രഹം. ചവിട്ടി നിൽക്കുന്നതും കല്ലാണ്, അകത്തുള്ളതും കല്ലാണ്, വിഗ്രഹവും കല്ലാണ്. പക്ഷേ ചവിട്ടി നിന്നുകൊണ്ട് ആ വിഗ്രഹത്തിലൂടെ നാം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഗ്രഹം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന ഒരു മഹാതത്വമുണ്ട്. ആ മഹാതത്വം ഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയുക്തമാക്കുന്ന ഉപകരണമാണ് വിഗ്രഹം, ഐഡലല്ല. എപ്രകാരമാണെന്ന് വെച്ചാൽ, ആപ്പിളിനെ ഉപാധിയാക്കിയിട്ട് ഗുരുത്വാകർഷണ നിയമം ഗ്രഹിക്കുന്നത് പോലുള്ളൊരു പരിപാടിയാണിത്. ആപ്പിളിനെ എടുത്ത് തിന്നാം, നീ തിന്നോ. പക്ഷേ ന്യൂട്ടൻ ആ ആപ്പിളിനെ ഉപാധിയാക്കിയിട്ട് ന്യൂട്ടനിലും ആപ്പിളിലും ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നൊരു മഹാതത്വത്തെ ആവിഷ്കരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിലൂടെ നടക്കുന്നത്. അപ്പോൾ ഷിർദി സായി ബാബയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാൾ, ഷിർദി സായി ബാബ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചത്, ആ മഹാതത്വങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കിയാണ്. ഷിർദി സായി ബാബ ഇതുവരെ നിലകൊണ്ടിരിക്കുന്ന മഹാതത്വങ്ങൾ ഈ പ്രപഞ്ചത്തിനോ നമ്മുടെ സമൂഹത്തിനോ ഏതെങ്കിലും വ്യക്തിക്കോ ദോഷകരമായ ഒന്നാണ് എന്ന് എങ്ങും ആക്ഷേപമില്ല, കണ്ടെത്തിയിട്ടില്ല. അതില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആർതർ ഓസ്ബോണിൻ്റെ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു ഓർമ്മ, അദ്ദേഹത്തിന് ഒരിക്കൽ ഏതോ ഒരു കോടതി സമൻസ് അയച്ചു. അദ്ദേഹം പോയില്ല.
നമുക്കെന്ത് കോടതിയിലെ കാര്യം, നമ്മൾ വേറെ ലോകത്തല്ലേ ജീവിക്കുന്നത്, മൈൻഡ് ചെയ്തില്ല. അല്ല ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടുന്നത്? കാരണം ഇത് ഷിർദി സായി ബാബയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശങ്ങളും അദ്ദേഹം നിലകൊണ്ട ആശയ സംഹിതകളും ആ തത്വങ്ങളുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെതിരാണോ, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരാണോ, ഏതെങ്കിലും ഒരു ഏതെങ്കിലും സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? രാധാകൃഷ്ണൻ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചില്ലേ, ഇതിൻ്റെ അകത്ത് ഇസ്ലാമിനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൽ വിഗ്രഹാരാധന ഇല്ലല്ലോ. അതിൽ വിഗ്രഹാരാധന, ഇനി വിഗ്രഹാരാധന ഇല്ലാത്ത ഇസ്ലാമിൽ ജനിച്ച ഒരാൾക്ക് വിഗ്രഹാരാധന പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ലല്ലോ. റിലീജിയസ് ഫ്രീഡം ഉള്ളതല്ലേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചുള്ള വാദം പ്രസക്തമാകും. എന്താണ്? വിഗ്രഹാരാധനയുള്ള ഹിന്ദുമതത്തിൽ വിശ്വസിച്ചിരുന്നവർ പിന്നെ ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാദമില്ല. അപ്പോൾ ഇതൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു കേസ് വരുമ്പോൾ ഇത് സംശയിക്കണം. അപ്പോൾ എനിക്ക് ഉടനെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമകൾ പല സ്ഥലത്തും ഉണ്ടല്ലോ, അതിനെ ആരാധിക്കുന്നത് ശരിയാണോ? അതും ഇതനുസരിച്ച് അത് പെരിയോർ രാമസ്വാമി നായ്ക്കരുടെ ജീവിതമാണ് ആരാധ്യം എന്ന് കരുതുന്നവർക്കത് ആരാധിക്കാം. ഇപ്പോൾ സിനിമാ താരങ്ങളുടെ ജീവിതമാണ് ഉത്തമം എന്ന് കരുതുന്നവർക്ക് സിനിമാ താരങ്ങൾ ആരാധിക്കാം. മമ്മൂട്ടിക്കും മോഹൻലാലിനും മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും ആരാധകരുണ്ട്, ഫാൻ ഫെയർ ഉണ്ട്. സുരേഷ് ഗോപിയുടെ പേരെന്താ വിട്ടുപോയത്? സുരേഷ് ഗോപിക്കും ഉണ്ട് ആരാധകരുണ്ട്, ഫാൻ ഫെയർ ഉണ്ട്. സുരേഷ് ഗോപിക്ക് നാളെ ഒരു ക്ഷേത്രം വന്നാൽ എനിക്ക് അത്ഭുതം ഉണ്ടായില്ല. ഞാനതിനെതിരുമല്ല. കാരണം ഓരോരുത്തരും അവരവർക്ക് ആരാധ്യരാണ് എന്ന് കരുതുന്നവരെ ആരാധിക്കുകയാണ്. ഈ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരബ്രഹ്മം മുതൽ ഒറ്റമുലച്ചി വരെ ഉണ്ട് ഇതിനകത്തെ. ആ റേഞ്ച് അങ്ങനെ പോവുകയാണ്. നിയമപ്രകാരമാണെങ്കിൽ മൈനറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കോടതിയിൽ പോവുകയും ചെയ്യാം. വിഗ്രഹത്തിന് കോടതിയിൽ പോവാം. അല്ല, അത് മാത്രവുമല്ല, എന്ന് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ടത്? മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലാകരുത്. ഇത് രണ്ടുമില്ലാത്തൊരു സന്ദർഭത്തിൽ ഒരാൾ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ എന്നാ പിന്നെ സായിബാബ സ്വത്തുണ്ടാക്കിയിട്ടില്ല, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല, അല്ല ഒന്നുമില്ലല്ലോ, ഇതൊന്നുമില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം ആരാധ്യനാണ് എന്ന് കരുതുന്ന ഒരാൾക്ക് ഗാന്ധി ആരാധ്യനാണെന്ന് കരുതുമ്പോൾ പുട്ടപ്പർത്തിയിലെ സായിബാബ ഈ ഷിർദി സായിബാബയുടെ അവതാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഉണ്ട്. മാത്രമല്ല, ഇത് പുട്ടപർത്തിയിലെ സായിബാബ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭക്തനുമാണല്ലോ. അതെ. അപ്പോൾ അതിൽ എൻ്റെ ചോദ്യം, ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഇദ്ദേഹം ലംഘിച്ചിരിക്കുന്നത്? ഭരണഘടനാ കോടതിയാണല്ലോ ഹൈക്കോടതി. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഫയലിൽ സ്വീകരിക്കാതെ തള്ളാമായിരുന്നു. ഫയലിൽ സ്വീകരിക്കാതെ തള്ളേണ്ടതായിരുന്നു. കാരണം അവരോട് ചോദിക്കണം ഇത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കണം. പിന്നെ മനുഷ്യൻ ശാസ്ത്രം കൊണ്ട് മാത്രമാണോ ജീവിക്കുന്നത്? ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ട്. ഏത് ശാസ്ത്രം? ഏത് ശാസ്ത്രം? എന്താണ് ശാസ്ത്രം? ഏതാണ് ശാസ്ത്രം? കേരളത്തിൽ എന്താണ് അതിൻ്റെ പേര്? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്ന ശാസ്ത്രസങ്കല്പം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂട്ടോണിയൻ സങ്കല്പമാണ്. ആ ന്യൂട്ടോണിയൻ സങ്കല്പത്തിൽ പറയുന്ന ശാസ്ത്രം അത് ലോജിക് ഓഫ് സയൻറ്റിഫിക് പ്രാക്ടീസാണ്. ശാസ്ത്രം പ്രയോഗിക്കുന്നതിനുള്ളതാണ് H2O = വാട്ടർ എന്ന് പറയുന്നത്. ശരിയായി. ക്വാണ്ടം മെക്കാനിക്സ് വന്നു കഴിഞ്ഞപ്പോൾ എന്തിനല്ലേ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്? അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു ചോദ്യമുണ്ട്. ഡിസ്കവറിക്ക് എന്ത് ലോജിക്കാണുള്ളത്? 2 ആപ്പിൾ വീഴുന്നതും 1 മാങ്ങ വീഴുന്നതും കണ്ടതിന് ശേഷം ഗുരുത്വാകർഷണ നിയമം എന്ന തത്വം ആവിഷ്കരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളെ ഉണ്ടാകാൻ പോകുന്നതുമായ മുഴുവൻ പദാർത്ഥങ്ങൾക്കും ആ തത്വം ബാധകമാണ് എന്ന് പറയുമ്പോൾ അത് ഏത് ലോജിക്ക് അനുസരിച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഒരു ലോജിക്കും ഇല്ല അതിന്. അതുകൊണ്ടാണ് കാൾ പോപ്പർ പറഞ്ഞത് ലോജിക് ഓഫ് സയൻറ്റിഫിക് പ്രാക്ടീസും ഉണ്ട്, ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറിയും ഉണ്ട്. രണ്ടും രണ്ടാണ്.
അപ്പോൾ ഇവരിപ്പോഴും പറയുന്നത് ലോജിക് ഓഫ് സയൻറ്റിഫിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവലിലുള്ള സാധനമാണ്, നിങ്ങൾക്കത് മതി. പക്ഷേ ഡിസ്കവറി വേറെയാണ്. ആ ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറിയും ലോജിക് ഓഫ് സയൻറ്റിഫിക് പ്രാക്ടീസും രണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കാൾ പോപ്പറുടെ ഏറ്റവും വിശ്വവിഖ്യാതം ഏറ്റവും ഗംഭീരമായ വർക്ക് എന്ന് പറഞ്ഞാൽ ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറി എന്ന് പറഞ്ഞ പുസ്തകമാണ്. പക്ഷേ കാൾ പോപ്പർ കേരളത്തിൽ പ്രസിദ്ധനായത് ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് എന്നുള്ള പുസ്തകത്തിൻ്റെ പേരിലാണ്. അതിൻ്റെ കാരണം തുറന്ന സമൂഹത്തിൻ്റെ ഒരു ശത്രുവായി കാൾ പോപ്പർ പറയുന്നത് അങ്ങേക്കെല്ലാം അറിയാവുന്ന രീതിയിൽ ബഹുമാന്യായ നമ്മുടെ കെ മാർക്സിനെയാണ്. അതുകൊണ്ടാണ് അതിനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അതുകൊണ്ട്. പക്ഷേ അത് അതല്ല അങ്ങേരുടെ ഒരു മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന സാധനം പുസ്തകം എന്ന് പറയുന്നത് ലോജിക് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറിയാണ്. അടിയൻ കമ്പത് പാരായണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ടെമ്പർ പാരായണം ചെയ്യണമായിരുന്നോ വായിച്ചാൽ പോരെ എന്നൊരു ചോദ്യം മനസ്സിൽ ഉയർന്നു. അല്ല, അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ഗൗരവത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പാരായണം ചെയ്യണം. ചിലപ്പോൾ 2-3 ബുദ്ധി കുറവായതിൻ്റെ പേരിൽ 2-3 പാട്ടുമൊക്കെ വായിക്കേണ്ടി വരും. ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് ബുദ്ധി കുറവായ കാരണം എനിക്ക് ചിലപ്പോൾ ഒരവട്ടം വായിച്ച് 2-3 വട്ടം വായിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. ബുദ്ധി കൂടുതലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലുള്ളവർക്ക് ഇത് വെറുതെ നോക്കിയാൽ മതി. എനിക്ക് അത്രയും ബുദ്ധി ഇല്ലാത്ത കാരണം ഞാനിത് പലവട്ടം വായിക്കേണ്ടി വരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് ഈ കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് സയൻറ്റിഫിക് ടെമ്പറിനെതിരാണെന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. എൻ്റെ വാദം അതാണ്. സയൻറ്റിഫിക് ടെമ്പറിനെതിരാണ്. ഏത് സയൻറ്റിഫിക് ടെമ്പർ? നിങ്ങൾ ഏതാണ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? മാർക്സിസം സയൻസാന്ന് ഇവിടെ പറഞ്ഞു. ഗോവിന്ദനൊക്കെ ആ പാവത്തിന് വെറുതെ വിട്. അദ്ദേഹം പാവം. ഇപ്പോൾ ഇത് പിണറായിയുടെയും ബാക്കിയുള്ളവരുടെയും ഇടയിൽ കിടന്ന് തിങ്ങൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസാധു എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹമാണെങ്കിൽ സ്വന്തം നിലക്ക് സൈദ്ധാന്തികനായി ഭാവിച്ചും പോയി. ഇനിയിപ്പോൾ ഈ പത്രങ്ങൾ എഴുതി അദ്ദേഹം സൈദ്ധാന്തികനായി പോയി. അപ്പോൾ അദ്ദേഹത്തിന് സിദ്ധാന്തം പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട് തോറ്റു എന്ന് പറയാൻ പറ്റില്ല. സൈദ്ധാന്തികമായി എന്തുകൊണ്ട് തോറ്റു എന്നേ പറയാൻ പറ്റുള്ളൂ. സൈദ്ധാന്തികമായിട്ട് വിശദീകരണം അത് കണ്ട് അദ്ദേഹത്തെ വിടും. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനും പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം വരുന്നത്, ഇതെന്തിനു വന്നു? അവിടെയാണ് ഇതിനകത്ത് ദർ ഈസ് എ മെത്തേഡ് ഇൻ ദാറ്റ് മാഡ്നസ്. അതങ്ങനെ വെറുതെ പോകുന്നതല്ല. അതിന് ഒരു ഡിസൈൻ ഉണ്ട്. എന്താണ് ആ ഡിസൈൻ? ആ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ സനാതനധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കും എന്ന DMK ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിന് കോടതിയെ കൂടി ഉപയുക്തമാക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഈ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ഇതാണല്ലോ. പക്ഷേ ബാക്കി ഇത് എല്ലാത്തിലേക്കും വരും. നിങ്ങൾ എങ്ങും വെക്കണ്ട. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇവർ പറഞ്ഞത്? എന്താണ്ട് ആൾ ദൈവങ്ങൾ, രാമനും കൃഷ്ണനും വിഷ്ണുവും ശിവനും ഒക്കെ ഏത് ദൈവങ്ങളാണ്? ആൾ ദൈവങ്ങളല്ലേ. എന്താ ഇവർ പറയുന്നത്? നമുക്ക് ആൾ ദൈവങ്ങൾ വന്നതിന് എന്താ കുഴപ്പമുള്ളത്? എന്താ കുഴപ്പം? ഭരണഘടനയിൽ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കോടതികൾ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലുമുള്ള അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കാതെ ഇത്തരം ഒരു ഹർജി അഡ്മിഷൻ കൊടുത്തത് തന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ വാദം. അതെ, അതിൻ്റെ ഇനിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് അത്ര ലളിതമായിട്ടുള്ളതല്ല. ഈ സുരേഷ് കുമാർ സുരേഷ് ബാബു സുരേഷ് ബാബുവിനെ അങ്ങനെ എന്താണ് മറ്റേ ഒരു നായർക്ക് ഉൾവിളി ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഉണ്ടിരിക്കുമ്പോൾ ഒരു ഉൾവിളി ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ്. അതെ.